ജിൻഡോ ഹസ്കർ പറയുകയാണ്, ഇവിടെ ആരോപണം ഉയർന്ന കോൺഗ്രസ് MLA മാർ ആ സമയത്ത് രാജിവെച്ചിട്ടില്ല, പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് മുകേഷിന് രാജി ആവശ്യപ്പെടാൻ കഴിയുക? VD സതീശൻ പറയുന്നില്ലല്ലോ മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്ന്. ഹാഷ്മി, ഇതിൽ ആരോപണം ഉയർന്ന കോൺഗ്രസ് MLA മാർ രാജിവെക്കാത്തത് കൊണ്ടാണ് മുകേഷ് രാജിവെക്കാത്തത് എന്നാണ് അവരുടെ വാദമെങ്കിൽ എനിക്കതിനെക്കുറിച്ചൊന്നും പറയാനില്ല. പക്ഷേ കോൺഗ്രസിൻ്റെ ഈ പറയപ്പെടുന്ന 2 MLA മാർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചു. നിയമ നടപടികൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് ഇപ്പോഴും മുന്നോട്ട് പോകുന്നു. മാത്രമല്ല, ആ 2 MLA മാരും തങ്ങൾ അങ്ങനെ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടു എന്ന് സമ്മതിക്കുന്ന പോലുമില്ല. പക്ഷേ മുകേഷിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. മുകേഷ് തന്നെ സമ്മതിച്ചിട്ടുണ്ട്, പണ്ട് നടന്ന കാര്യമല്ലേ എന്ന്. മുകേഷ് സ്വമേധയാ സമ്മതിക്കുന്നു. മാത്രമല്ല, നിരന്തരം ആവർത്തിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. നിരന്തരം പലവട്ടം ആവർത്തിക്കപ്പെട്ടു. പല വ്യക്തികൾ മുകേഷിനെതിരെ പറയുന്നു. മാത്രമല്ല, സ്വന്തം വീട്ടുകാരും മുൻ ഭാര്യമാരായിട്ടുള്ള 2 പേർ മുകേഷിനെതിരെ പറഞ്ഞ കാര്യങ്ങൾ കേരളത്തിന് മുമ്പിൽ തെളിവുകളായിട്ടുണ്ട്. വീട്ടുകാരും നാട്ടുകാരും സിനിമാ പ്രവർത്തകരും ഒക്കെ നിരന്തരം പറയുന്നു മുകേഷിനെതിരെ. അതിനെയും മറ്റാളുകളെയും തമ്മിൽ നമ്മൾ ഇക്വേറ്റ് ചെയ്യാൻ പാടില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ആളുകൾ പുറത്തു വന്ന് സംസാരിച്ചത് മുകേഷ് എന്ന് പറഞ്ഞ LDF-ന്റെ CPM-ന്റെ MLA-ക്കെതിരെയാണ്. മറ്റു പല സിനിമാ നടന്മാരുടെയും മറ്റു പലരുടെയും പേരുകൾ പറയുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ആരോപണം ഉയർന്നത് മുകേഷിനെതിരെയാണ്. ഒന്നാമത്തത്. അടുത്തത്, ഭരണകക്ഷിയുടെ MLA ആണ് അദ്ദേഹം. മറ്റ് 2 MLA-മാരെ പറയുമ്പോൾ അവർ പ്രതിപക്ഷ ഭാഗത്ത് ഇരിക്കുന്ന MLA-മാരാണ്. അവർക്ക് ഭരണത്തിൻ്റെതായ യാതൊരു സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേസുകളെ തേച്ച് മായ്ച്ച് കളയാനോ സാക്ഷികളെ സ്വാധീനിക്കാനോ പറ്റുന്ന സാഹചര്യമല്ല. പക്ഷെ ഭരണകക്ഷിയുടെ MLA ആയിട്ട് ഇരിക്കുമ്പോൾ ഭരിക്കുന്ന പാർട്ടിയുടെ ഏറ്റവും വേണ്ടപ്പെട്ട MLA ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് രണ്ടാമതൊരു അവസരം കൊടുക്കുന്നത്. മാത്രമല്ല, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ NK പ്രേമേന്ദ്രനെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ പറ്റുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടി മുകേഷിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നത് പോലും അത്രത്തോളം CPM-ൽ ഭരണപക്ഷ പാർട്ടിയിൽ അത്രത്തോളം ശേഷിയും ശക്തിയുമുള്ള ഒരു നേതാവിനെതിരെ നമ്മൾ പറയുമ്പോൾ അദ്ദേഹം മാറി നിൽക്കണം എന്നുള്ളതാണ് സാമാന്യ മര്യാദ. അത് ഒന്നാമത്തെ കാര്യം. അടുത്തത് അല്ല, ഞാൻ പറയാം, ഞാൻ അതിലേക്ക് വരാം. ഹാഷ്മി, നയരൂപീകരണ സമിതിയിൽ അദ്ദേഹം ഇപ്പോഴും തുടരുന്നുണ്ട്. അത് തുടരുന്ന നല്ല പരിപാടിയാണോ? കാരണം സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന നയരൂപീകരണ സമിതിയാണ്. അവിടെ ഈ പീഡിപ്പിക്കപ്പെടുന്ന, ആക്രമിക്കപ്പെടുന്ന അതിജീവിതമാരുടെ പ്രശ്നങ്ങളും ചർച്ച ചെയ്യപ്പെടുമല്ലോ. അപ്പോൾ അതിൽ പ്രധാന വേട്ടക്കാരൻ തന്നെ ആ സമിതിയിൽ ഇരിക്കുന്നത് ശരിയായ ഒരു പരിപാടിയാണോ? മാത്രമല്ല, ഈ കൊല്ലം ജില്ലയിലെ പാർട്ടി മുഴുവൻ അദ്ദേഹത്തിന് എതിരാണ് എന്നുള്ളതാണ് നമ്മൾ കാണുന്ന വാർത്ത. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഹസ്കർ തന്നെ പറഞ്ഞിട്ടുണ്ട്, കൊല്ലത്തെ പാർട്ടിയിൽ സങ്കീർണതയുടെ പരകോടിയിൽ എത്തി നിൽക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു. മുകേഷിന് പണ്ട് പവിത്രത ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് മത്സരിപ്പിച്ചതെന്ന് പറയുന്നു. മത്സരിപ്പിക്കാൻ കൊണ്ടുവരുന്നതിന് മുമ്പ് അദ്ദേഹത്തിനെ കുറിച്ചിട്ട് വന്നിട്ടുള്ള ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ അവിടെയുണ്ട്. പിന്നെ പവിത്രത എന്ന് പറഞ്ഞ വാക്കിൽ CPM വിശ്വസിക്കുന്നുണ്ടോ എന്നും എനിക്ക് അറിയാൻ കൗതുകമുണ്ട്. മാത്രമല്ല, ഹസ്കർ പറഞ്ഞൊരു വാദമുണ്ട്. അദ്ദേഹം പറയുന്നത് മുകേഷ് രാജിവെക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമെന്ന്. എങ്കിൽ താങ്കൾക്ക് എന്തുകൊണ്ടാണ് മുകേഷ് രാജിവെക്കണമെന്ന് തോന്നിയത്? ആ തോന്നൽ എന്തുകൊണ്ടാണ് താങ്കൾ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രത്തിൻ്റെ പാർട്ടിയിൽ CPM-ൽ അത് ധരിപ്പിക്കാത്തത്? വീട്ടിലും പാർട്ടിയിലും നാട്ടിലും ഒക്കെ വേണ്ടാത്ത ഒരാളെ എന്തിനാണ് പൊതുജനം സഹിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. മാത്രമല്ല, ഈ മുകേഷ് എന്ന് പറഞ്ഞ MLA-യെ ഇനിയും നമ്മൾ എന്തിനാണ് സഹിക്കുന്നത്? സ്വന്തം പാർട്ടിയിലെ, സ്വന്തം മുന്നണിയിലെ നേതാക്കന്മാരടക്കം, ആനി രാജയെ പോലുള്ള ആളുകളടക്കം, CPM-നും പിണറായി വിജയനും വേണ്ടിയിട്ട് നിരന്തരം പേനയുന്തുന്ന ആളുകളടക്കം മുകേഷ് മാറി നിൽക്കണം എന്ന് പറയുമ്പോൾ ആ പറച്ചിലിനൊപ്പം തന്നെ നിൽക്കാനാണ് ഞങ്ങളുടെയും താല്പര്യം. പക്ഷേ മുകേഷ് തീരുമാനിക്കണം. ആനി രാജയൊക്കെ CPM-യുടെ നിലപാടാണ്, അവർക്കുള്ളിൽ നിൽക്കുന്നവർ അവരുടെ നിലപാടാണ്, 100 സ്ത്രീകൾ ഒപ്പിട്ട് നൽകിയ കത്ത് അവരുടെ നിലപാടാണ്. മുകേഷ് MLA സ്ഥാനം രാജിവെക്കണം എന്നാരെങ്കിലും ആവശ്യപ്പെട്ടോ പ്രതിപക്ഷ നേതാവടക്കം? വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും, വെർബലും മെന്റലും ഫിസിക്കലുമായിട്ട് സ്ത്രീകളെ ഇതുപോലെ വേട്ടയാടിയ ഒരാള് പാർട്ടിയിൽ നിന്ന് പീഡനത്തിന് പിന്തുണ കിട്ടിയില്ലെന്നോർത്ത് പാർട്ടി കൊടി മാറ്റി ഫേസ്ബുക്കിൽ പോസ്റ്റ് പൂർത്തിയാക്കട്ടെ. ഈ മുകേഷിനെ കേരളത്തിലെ പീഡനത്തിന്റെ, മലയാള സിനിമയിലെ പീഡനത്തിന്റെ ബ്രാൻഡ് അംബാസിഡറായിട്ട് ചുമക്കേണ്ട ബാധ്യത നമ്മൾക്കില്ല. അദ്ദേഹം മാറി നിന്ന് അന്വേഷണത്തെ നേരിടാനുള്ള ആർജവം കാണിക്കണം. കാരണം ഭരണപക്ഷത്ത് നിൽക്കുന്ന ഒരു MLA അല്ലേ അദ്ദേഹം? ഈ അന്വേഷണത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുള്ള ഒരാളല്ലേ? മാറി നിൽക്കേണ്ടത്.